അയ്യപ്പ ദർശനത്തിനായി ശബരിമലയിലെത്തുന്ന തീർത്ഥാടകർക്ക് എന്നും ഒരു ആശ്രയ കേന്ദ്രമാണ് സന്നിധാനത്ത് പ്രവർത്തിക്കുന്ന അനൗൺസ്മെന്റ് കേന്ദ്രം. വിവിധ ഭാഷകളിലൂടെ ഇവിടെ നിന്ന് ഉച്ചഭാഷണിയിലൂടെ മുഴങ്ങുന്ന ശബ്ദം കൂട്ടം തെറ്റിയവരെ സുരക്ഷിത കരങ്ങളിലേക്ക് എത്തിക്കുന്ന ദൗത്യം കൂടിയാണ് നിർവഹിക്കുന്നത്. റിപ്പോർട്ടോടുകൂടി ഫസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം. പ്രതീക്ഷയാണ് ഈ കാണുന്ന എല്ലാ കണ്ണുകളിലും. ശബരിമല സന്നിധാനത്തെ അനൗൺസ്മെന്റ് കേന്ദ്രത്തിന് മുന്നിലെ എന്നും ചിരപരിചിതമായ കാഴ്ച. മലചവിട്ടി ശബരീശ ദർശനത്തിനെത്തുന്നവർ ഉറ്റവരിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നുമായി കൂട്ടം തെറ്റിപ്പോയാൽ നേരെ ഇവിടേക്കാണെത്തുക. പിന്നെ ഉച്ചഭാഷണിയിലൂടെ ഉടൻ മുഴങ്ങിക്കേൾക്കും കൂടെ వన్నవరే తేడియుల వెలిగల్. శబరిమల అయ్యప్ప భగవంతుడు దివ్య దర్శనం చేసి వచ్చిన ఒక అయ్యప్ప భక్తులుగా సన్నిధానం యూటర్న్ పరిసరములు తప్పిపోయిన మనీ పర్స్ ఇప్పుడు సన్నిధానం ప్రచారం కేంద్రములు దొరికింది. 2.5 പതിറ്റാണ്ടായി സന്നിധാനത്തെ പ്രധാന അനൗൺസറായി പ്രവർത്തിക്കുന്നത് പത്തനംതിട്ട കോഴഞ്ചേരി സ്വദേശി ഗോപാലകൃഷ്ണനാണ്. 25 വർഷമായി ഈ ശബ്ദം ഇവിടെയുണ്ട്. ശബ്ദത്തിന് പിന്നിലെ മുഖമറിയില്ലെങ്കിലും തീർത്ഥാടകർക്ക് ഈ ശബ്ദം അത്രത്തോളം പരിചിതവുമാണ്. തീർത്ഥാടന കാലം തുടങ്ങിയാൽ പിന്നെ ഗോപാലകൃഷ്ണന്റെ ശബ്ദമാണ് കൂട്ടം തെറ്റിയവർക്കുള്ള വഴികാട്ടി. സന്നിധാനത്ത് ഭക്തജന തിരക്ക് വളരെ കൂടുതലായതിനാൽ സന്നിധിയിലെത്തിയിട്ടുള്ള ഭക്തജനങ്ങൾ അവരവരുടെ സുരക്ഷ പരമാവധി കാത്തു സൂക്ഷിക്കുക. മാനന്തവാടിയിൽ നിന്നും ദർശനത്തിന് വന്ന ഗോപാലൻ, രാഹുൽ, രാകേഷ് എന്നിവർ സന്നിധാനത്തോ പരിസരത്തോ ഉണ്ടെങ്കിൽ പമ്പ പോലീസ് കൺട്രോൾ റൂമിലെത്തുക. കൂടെ വന്ന ഉണ്ണി, സാബു എന്നിവർ പമ്പ പോലീസ് കൺട്രോൾ റൂമിൽ നിൽക്കുകയാണ്. 25 വർഷം മുമ്പ് ദേവസ്വം ബോർഡ് മെമ്പറായിരുന്ന പുനലൂർ മധുവാണ് ഗോപാലകൃഷ്ണനെ ശബരിമലയിലെത്തിച്ചത്. മലയാളത്തിൽ ഗോപാലകൃഷ്ണന്റെ ശബ്ദമെങ്കിൽ മറ്റു ഭാഷകളിൽ ചിക്കമംഗളൂർ സ്വദേശി കുമാറും തമിഴ്നാട് സ്വദേശി ബാലഗണേശുമാണ്. அரவண விபூதி நெய் பிரசாதங்களை வாங்கிக் கொண்டு சன்னிதானத்தில் ஆங்காங்கே கூட்டம் கூடி நிற்காமல் போலீஸ் எய்ட் போஸ்ட் அருகில் உள்ள பாலம் வழியாக சுவாமி ஐயப்பன் பாதை வழியாக பம்பைக்கு செல்ல வேண்டும் என கேட்டுக்கொள்ளப்படுகிறது. சென்னை வில்லிவாக்கம் என்ற இடத்திலிருந்து பகவான் செய்ய வந்துள்ள மிர்தேஷ் குமார் என்ற சின்ன மணிகண்டன் கூட வந்தவர்கள் கூட்டம் தவறி സന്നിധാനം വിളംബരം നിലയത്തിൽ കാത്തുകൊണ്ടിരിക്കുന്നതാണ്. ചില അടിയന്തര ഘട്ടങ്ങളിൽ തീർത്ഥാടകർക്ക് അറിയിപ്പുകൾ നൽകാനായി വിവിധ വകുപ്പുകളും വലിയ നടപ്പന്തലിനകത്തെ ഈ അനൗൺസ്മെന്റ് സെന്ററിന്റെ സേവനം തേടുന്നതും ഇന്ന് പതിവായി മാറിക്കഴിഞ്ഞു. കൈരളി ന്യൂസ്, സന്നിധാനം.